നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി സിനിമയുടെ എക്സ്പ്ലനേഷനായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമുക്ക് തിരുമാണിക്യം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു വൃദ്ധൻ ലോട്ടറി കച്ചവടക്കാരനായ നായകന്റെ അടുത്തെത്തിയിട്ട് ഒരു 4 ലോട്ടറി എടുക്കും. പക്ഷേ അയാളുടെ പേഴ്സ് ആണെങ്കിൽ കളഞ്ഞു പോയതിനാൽ കാശില്ലായിരുന്നു. ലോട്ടറി ടിക്കറ്റ് അവിടെ വെച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് പോയതും. അടുത്ത ദിവസം വന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ലോട്ടറി അടിക്കുകയാണ്, അതും 1.5 കോടി രൂപ. ആ ലോട്ടറി നായകൻ തിരിച്ചു കൊടുത്തോ ഇല്ലയോ, അതോ ലോട്ടറി ടിക്കറ്റ് നായകൻ എടുത്തോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സിനിമ തുടങ്ങുമ്പോൾ കേരള തമിഴ്നാട് ബോർഡറാണ് കാണിക്കുന്നത്. അവിടെ പോലീസ് ജീപ്പിൽ പോവുകയായിരുന്നു 2 ഉദ്യോഗസ്ഥർ. ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ വിളിച്ചിട്ട്, നിങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ 1.5 കോടി ലോട്ടറി അടിച്ച് ടിക്കറ്റുമായിട്ട് വരുന്നുണ്ട്, അവനെ പിടികൂടണം. അവൻ ഇപ്പോൾ ബസ്സിൽ കയറി കാണത്തേ ഉള്ളൂ. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ലോട്ടറി ടിക്കറ്റ് നമുക്ക് അടിച്ചെടുത്തിട്ട് ആ കാശ് നമുക്ക് വീതിച്ചെടുക്കാമെന്നും പറയുന്നു. അത് കേട്ട് മറ്റൊരു പോലീസുകാരനും സമ്മതിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പിന്നെ അവളുടെ മാമൻ്റെയും ഒക്കെ ചിത്രം വരച്ചിട്ട് അവരെ ഓരോരുത്തരെ കുറിച്ചും ആ കുട്ടി പറയുന്നുമുണ്ട്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനെയാ. എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ അത്രയ്ക്ക് പാവമാണ്, ആ കുട്ടി പറയുന്നു. അവളുടെ അച്ഛൻ്റെ പേരാണ് മാണിക്യം. അവൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പാവമായ സത്യസന്ധനായ ഒരാളാണ് ഈ മാണിക്യം. മാണിക്യം കേരള തമിഴ്നാട് ബോർഡറിൽ കുമളി ബസ് സ്റ്റാൻഡിൽ ഒരു ലോട്ടറി കട ഇട്ടിരിക്കുകയാണ്. എന്നും രാവിലെ കടയിലേക്ക് എത്തുന്ന സമയത്തും അടുത്തുള്ള ഷോപ്പിൽ ഉള്ളവരെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ആ ദിവസം തന്നെ മാണിക്യൻ ആരംഭിക്കുന്നത്. എത്രയൊക്കെ ഒരു മനുഷ്യൻ സന്തോഷവാനാണെന്ന് പറഞ്ഞാലും അവനൊരു വിഷമം കാണുമല്ലോ. അതുപോലെ തന്നെ മാണിക്യത്തിനും ഒരു വിഷമമുണ്ട്. മാണിക്യത്തിൻ്റെ ഒരു മകൾക്ക് സംസാരിക്കുവാനുള്ള കഴിവില്ല. എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും അതൊന്നും ഒരു മാറ്റവുമില്ല. ഇനി തുടർന്ന് ചികിത്സിക്കാനാണെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസയും ഇല്ല. മാണിക്യത്തിൻ്റെ കൈവശം ഒരുപാട് കാശൊന്നുമില്ലെങ്കിലും മാണിക്യം തൻ്റെ ഫാമിലിയെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകും. അങ്ങനെ അവർ സന്തോഷമൊക്കെ കണ്ടെത്തുന്നു. എന്നാലും മകളുടെ കാര്യത്തെ ചൊല്ലി മാണിക്യത്തിന് വിഷമമുണ്ടെങ്കിലും ഭാര്യ അവനെ സമാധാനിപ്പിക്കുന്നു. ഒരിക്കൽ രാവിലെ മാണിക്യന്റെ വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയാണ്. മാണിക്യത്തിന്റെ ഭാര്യ അയാളെ കണ്ടതും പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലും. കാരണം എന്തെന്നാൽ, മാണിക്യം അറിയാതെ കുറച്ച് കാശ് മാണിക്യത്തിന്റെ ഭാര്യ അയാളുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയിരുന്നു. അയാൾ പറയുന്നത്, കാശ് വാങ്ങാൻ അറിയാമല്ലോ, പലിശ ഒരു തുള്ളി പോലും ഇതുവരെ അടച്ചിട്ടില്ല, എത്രയും വേഗം കാശ് അടച്ചോളണം എന്നൊക്കെ പറഞ്ഞ് വിരട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ മാണിക്യത്തിന്റെ അച്ഛൻ അവിടേക്ക് വരും. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് ശരിയല്ല സാറേ എന്നൊക്കെ പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോവുകയാണ്. എന്തിനാണ് മാണിക്യത്തിൻ്റെ ഭാര്യ മാണിക്യം അറിയാതെ കാശ് വാങ്ങിയതെന്നാൽ, അവളുടെ സഹോദരന് ഗൾഫിൽ പോകുവാൻ വേണ്ടിയിട്ടാണ്. അവൾ കാശ് എടുത്തതും ദുബായിലേക്ക് പോകുന്നതിന് വിസയെല്ലാം ശരിയാക്കി കൊണ്ടുവന്ന അവസാന നിമിഷം അവൻ ഗൾഫിൽ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാശ് അവൾക്ക് നഷ്ടമായി. ഇപ്പോൾ അവളുടെ സഹോദരനാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. ആ ഒരു നഷ്ടം മാണിക്യം അറിയാതെ എങ്ങനെയെങ്കിലും നികത്തുവാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ശ്രമിക്കുന്നതും. എന്നാൽ മാണിക്യത്തിനൊരു പ്രശ്നം വരികയാണ്. എന്തെന്നാൽ, മാണിക്യം വാടകയ്ക്ക് കടയെടുത്താണല്ലോ ലോട്ടറി ടിക്കറ്റൊക്കെ വിൽക്കുന്നത്. എന്നാൽ ആ സ്ഥലത്തിൻ്റെ ഓണറാണെങ്കിൽ അവിടെയുള്ള കടകളെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ ബേക്കറി പണിയുവാനായി പോകുന്നു. അതുകൊണ്ട് തന്നെ കടയെല്ലാം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആ ഒരു ഓണർ പറഞ്ഞിരുന്നു. ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ മാണിക്യം. എന്നാൽ ഭാര്യ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും കാശ് ഒപ്പിച്ചിട്ട് പുതിയൊരു കട ആരംഭിക്കാം, സ്വന്തമായിട്ടൊരു കടയിടാം, അപ്പോൾ ഒരു പ്രശ്നവും വരുന്നില്ലല്ലോ എന്ന് മാണിക്യത്തിനോട് പറയുന്നു. എന്നാൽ മാണിക്യത്തിന് കാശിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചുണ്ടായിരുന്നു. അടുത്ത ദിവസം കടയിലേക്ക് പോയ മാണിക്യമാണെങ്കിൽ ഫുഡ് കഴിക്കുവാൻ നേരം ലഞ്ച് ബോക്സ് ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൽ ഭാര്യയുടെ താലിമാല ഇരിക്കുന്നു. അത് കണ്ട മാണിക്യം ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചിട്ട്, ഇതിനുള്ളിൽ മാല ഇരിക്കുന്നുണ്ടല്ലോ, എന്തിനാ അത് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ, സ്വർണത്തിലിട്ടാൽ മാത്രമാണോ താലിമാലയാകുന്നത്? തൽക്കാലം ഈ മാല കൊണ്ടുപോയി വിൽക്ക്, എന്നിട്ട് പുതുതായി നമുക്കൊരു കട ആരംഭിക്കാം, അതിലൂടെ നമുക്ക് മെച്ചം പഠിച്ചതിന് ശേഷം പുതിയ മാല വാങ്ങാം എന്നൊക്കെ അവൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മാണിക്യവും അതേപ്പറ്റി ചിന്തിക്കും. എന്നാൽ മറ്റൊരു വശത്ത്
മാണിക്യൻ കുമളി ബസ് സ്റ്റാൻഡിലാണല്ലോ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. ആ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായിട്ട് ഒരു വൃദ്ധൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്നാൽ വൃദ്ധൻ ഒരു മകളുണ്ട്. മകളെ വിവാഹം കഴിച്ചു നൽകിയ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനം മുഴുവനായിട്ടും അവർക്ക് കൊടുക്കുവാനായി പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ മകൾ പൂർണ്ണ ഗർഭിണിയാണ്. മകളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ആ പയ്യന്റെ വീട്ടുകാർ. അവർ പറയുന്നത് തരാമെന്ന് പറഞ്ഞ സ്ത്രീധന തുക മുഴുവനായും തന്നാൽ മാത്രം നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിട്ടാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ മകളെ വിടണ്ട. ഞാൻ എൻ്റെ മകന് പുതിയൊരു വിവാഹബന്ധം കൊണ്ടുവരുവാനായി പോവുകയാണെന്നായിരുന്നു അമ്മായിയമ്മ പറഞ്ഞതും. അത് കേട്ട് ചങ്ക് തകർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് ആ ഒരു വൃദ്ധനും. അയാളുടെ കൈവശം ഒരുപാട് കാശൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ലോട്ടറി കട കണ്ട അയാളാണെങ്കിൽ എൻ്റെ കൈവശമുള്ള കാശിന് എങ്ങനെയെങ്കിലും ലോട്ടറി എടുക്കാം, അഥവാ എൻ്റെ ഭാഗ്യത്തിന് ലോട്ടറി അടിച്ചാലോ, ഈ ഒരു പ്രശ്നമെല്ലാം അതോടുകൂടി തീരുമല്ലോ എന്ന് ചിന്തിച്ച് ലോട്ടറി എടുക്കുവാനായി ചെല്ലുന്നു. മാണിക്യത്തിന്റെ കടയാണല്ലോ അത്. എന്നിട്ട് 4 ലോട്ടറി ടിക്കറ്റ് എടുക്കും. കാശ് കൊടുക്കുവാനായി നോക്കുന്ന സമയത്ത് അയാളുടെ പേഴ്സ് കാണാനില്ല. പേഴ്സ് എവിടെയോ മിസ്സായിരിക്കുന്നു. അത് കാണുന്ന മാണിക്യം പറയുന്നത്, സാരമില്ല, ഈ 4 ലോട്ടറി ടിക്കറ്റും ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കാം, മറ്റാർക്കും കൊടുക്കില്ല. കാശുമായി നാളെ വന്ന് ലോട്ടറി ടിക്കറ്റും കൊണ്ടുപോകുവാനായിട്ട് മാണിക്യം പറഞ്ഞു. അത് കേട്ടതും വൃദ്ധന് സന്തോഷമായി. എന്നാൽ ആ വൃദ്ധന്റെ കയ്യിൽ തിരികെ പോകുവാനുള്ള വണ്ടിക്കൂലിക്ക് പോലും കാശില്ല എന്ന കാര്യം മാണിക്യത്തിന് മനസ്സിലായിരുന്നു. മാണിക്യം തന്റെ കയ്യിലുണ്ടായിരുന്ന 200 രൂപ എടുത്ത് വൃദ്ധന് നൽകിയിട്ട്, ഇതുകൊണ്ട് വീട്ടിൽ പോ, നാളെ വരുമ്പോൾ തന്നാൽ മതി എന്ന് പറയുന്നു. വൃദ്ധന് സന്തോഷമായി. അയാൾ പറയുന്നു, നിങ്ങൾ എനിക്ക് 200 രൂപ തന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു തരും. എന്നാൽ ആ വൃദ്ധൻ പോയി കഴിഞ്ഞതും അയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു സഞ്ചി തറയിൽ കിടന്ന് മാണിക്യത്തിന് കിട്ടും. ആ സഞ്ചിക്കുള്ളിൽ മരുന്നും കാര്യങ്ങളും ഒക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ സഞ്ചിയും എടുത്ത് മാണിക്യം അയാളുടെ പിറകെ പോകും. അയാൾ ബസ്സിൽ കയറിയിരുന്നു. മാണിക്യം സഞ്ചി അയാളെ ഏൽപ്പിച്ചിട്ട് തിരികെ പോവുകയാണ്. അതേ ബസ് സ്റ്റാൻഡിൽ തന്നെ കണ്ണു കാണാത്ത ഒരു അമ്മയും മകളും ഭിക്ഷയെടുക്കുന്നുണ്ടായിരുന്നു. മകൾക്ക് തറയിൽ നിന്നും ഒരു 500 രൂപ കിട്ടും. ആ 500 രൂപ എടുത്ത് മകൾ അമ്മയെ ഏൽപ്പിക്കുമ്പോൾ അത് തപ്പി നോക്കിയിട്ട് 500 ആണെന്ന് മനസ്സിലാക്കിയ അമ്മ പറയുന്നത്, ഈ 500 രൂപ നമുക്ക് കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ഇത് ആരുടെ കാശായാലും അയാൾക്ക് നല്ലതേ വരൂ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ അത് ആരുടെ കാശായിരുന്നെന്നാൽ ആ വൃദ്ധന്റെ കാശ് തന്നെയായിരുന്നു. അയാളുടെ നഷ്ടമായി പോയ കാശായിരുന്നു അത്. അങ്ങനെ വൃദ്ധൻ വീട്ടിലേക്കും എത്തുകയാണ്. വീട്ടിൽ അയാളുടെ ഭാര്യയും മകളുമാണുള്ളത്. പൂർണ്ണ ഗർഭിണിയായ മകളെ കാണുമ്പോഴെല്ലാം ആ ഒരു അച്ഛന് വല്ലാത്ത സങ്കടമാണ്. എന്നാൽ മകളാണെങ്കിൽ അച്ഛനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞതും മാണിക്യത്തിന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട്, നിങ്ങളുടെ കടയിൽ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, 1.5 കോടിയാണെന്ന് പറഞ്ഞ് ആ നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. മാണിക്യം ഉടനെ തന്നെ നമ്പർ പരിശോധിച്ച് നോക്കുമ്പോൾ വൃദ്ധൻ എടുത്തു വെച്ചിരുന്ന 4 ലോട്ടറി ടിക്കറ്റ് അല്ലേ അതിലൊരെണ്ണമാണ് അടിച്ചിരിക്കുന്നത്. മാണിക്യത്തിന് സന്തോഷമാകുന്നു. മാണിക്യം ഉടനെ തന്നെ ആ ഒരു വൃദ്ധനെ കണ്ടുപിടിക്കുവാനായി തീരുമാനിക്കും. ലോട്ടറി ടിക്കറ്റ് തിരിച്ചേൽപ്പിക്കുവാനാണ് ആ വൃദ്ധനെ കണ്ടുപിടിക്കാനായി മാണിക്യം തീരുമാനിക്കുന്നത്. ആ വൃദ്ധനെ തിരക്കി പോകുന്നതും അടുത്തുള്ള കടയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വയസ്സായ ഒരാൾ വന്നാൽ ഉടനെ തന്നെ വിളിക്കണമെന്ന്. മാണിക്യത്തിന്റെ ഭാര്യ മാണിക്യത്തെ വിളിക്കുന്നു. ഞാൻ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് വരത്തില്ല, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറയുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് ഭാര്യ ചോദിക്കുന്ന സമയത്ത്, നമ്മുടെ കടയിൽ വന്നിട്ട് ഒരാൾ ലോട്ടറി എടുത്തിരുന്നില്ലേ, ഒരു വയസ്സനായ ആൾ 4 ലോട്ടറി മാറ്റിവെക്കുവാൻ പറഞ്ഞിട്ടാണ് പോയതും. എന്നാൽ അതിലൊരു ലോട്ടറി അടിച്ചു, 1.5 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഞാൻ ആ ലോട്ടറി അയാളെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ഭാര്യ ഞെട്ടും. നിങ്ങൾ എന്തിനാണ് ആ ഒരു ലോട്ടറി തിരിച്ചു കൊടുക്കുന്നത്? അയാൾ കാശ് തന്നില്ലല്ലോ, അപ്പോൾ ആ ലോട്ടറി നമുക്കല്ലേ സ്വന്തം. നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിയ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ലോട്ടറി ടിക്കറ്റ് തിരികെ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ മാണിക്യം പറയുന്നത്, ഞാൻ കൊടുക്കും, നമുക്ക് അവകാശപ്പെട്ടതല്ല അത്, ആ വൃദ്ധന് തന്നെ ഞാൻ കൊടുക്കും. അത് കേട്ട ഭാര്യ മാണിക്യത്തിന് എത്ര തടയാൻ നോക്കിയിട്ടും മാണിക്യം കേൾക്കുന്നില്ല. കോൾ കട്ട് ചെയ്ത് മാണിക്യം ബസ് കയറുന്നു. എന്നാൽ മാണിക്യത്തിന്റെ ഭാര്യയാണെങ്കിൽ എല്ലാവരെയും വിവരം അറിയിച്ചു. അവളുടെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഒക്കെ വിളിച്ച് വിവരം അറിയിക്കും. എന്നാൽ സഹോദരനാണെങ്കിൽ മാണിക്യം പോകുന്നതിന് മുമ്പ് തന്നെ ലോക്ക് ചെയ്യാമെന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സമയത്ത് കടയും പൂട്ടി മാണിക്യം പോയിരുന്നു. ആര് വിളിച്ചിട്ടും മാണിക്യം കോൾ എടുക്കുന്നതേ ഇല്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നപ്പോൾ മാണിക്യൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവർ ലോട്ടറി ടിക്കറ്റിനെ പറ്റി തിരക്കുന്ന സമയത്തും മാണിക്യം പറയുന്നത്, ഞാൻ എന്തായാലും ആ ലോട്ടറി എടുത്ത ആളിനെ തന്നെ ഈ ലോട്ടറി തിരിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്ത് കളയുകയാണ്.
ആ വയസ്സായ ആൾ ഇടുക്കിയിലുള്ളതാണ്. അതെങ്ങനെ മാണിക്യത്തിന് മനസ്സിലായി എന്നാൽ അന്ന് അയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചി തറയിൽ വീണില്ലേ, അതിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഇടുക്കി എന്നാണ് എഴുതിയിരിക്കുന്നതും. അത് മനസ്സിലാക്കിയിട്ടാണ് മാണിക്യം ബസ് കയറി പോകുന്നതും. മറ്റൊരു വശത്ത് എത്രയൊക്കെ ഫോൺ വിളിച്ചിട്ടും ആര് പറയുന്നതും മാണിക്യം കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ മാണിക്യത്തിന്റെ അച്ഛൻ പറയുന്നത് ഇനിയൊരു വഴിയുണ്ട്. മാണിക്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ചർച്ച് ഫാദർ ഉണ്ട്. ആ ഫാദറിനെ കൊണ്ട് നമുക്ക് വിളിപ്പിക്കാം എന്ന് കരുതി എല്ലാവരും ഫാദറിന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ഫാദറും മാണിക്യത്തെ വിളിക്കുന്നു. ഫാദർ സംസാരിച്ചിട്ട് പോലും മാണിക്യം കേൾക്കുന്നതേയില്ല. അവസാനം വീട്ടുകാർക്ക് ഫാദർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. മാണിക്യത്തിനെ കണ്ടെത്താൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. മാണിക്യത്തിന്റെ നമ്പർ ട്രേസ് ചെയ്യുക. എൻ്റെ കൈവശം ഒരാളുണ്ട്, സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നതാ. നമുക്ക് ആ ഒരു ഓഫീസറിനോട് വിവരം പറയാം എന്നും പറഞ്ഞ് ഫാദർ പറഞ്ഞ ആ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോയത് മാണിക്യത്തിന്റെ അളിയനായിരുന്നു. ആ ഒരു ഉദ്യോഗസ്ഥൻ എന്താ ഇപ്പോൾ കാര്യം, നമ്പറൊക്കെ കണ്ടെത്തി തരാം, കാര്യം പറ, അങ്ങനെ പറയുവാനായിട്ട് അയാൾ നിർബന്ധിച്ചു. സംഭവം എന്താണെന്ന് അളിയൻ അയാളോട് പറഞ്ഞു. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നത് നമ്പറൊക്കെ ഞാൻ ട്രേസ് ചെയ്തു തരാം, പക്ഷെ 10% കമ്മീഷൻ എനിക്ക് തരണമെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതിന് അളിയനും സമ്മതിച്ചു. അങ്ങനെ നമ്പർ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയാണ്. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാണിക്യത്തിനെ അന്വേഷിച്ചു പോവുകയാണ് അളിയനും. ഇനി ഇതൊന്നും ഒരു നടയ്ക്ക് പോകില്ല എന്ന് മനസ്സിലാക്കി മാണിക്യത്തിന്റെ അച്ഛനും പിന്നെ ഭാര്യയും ചേർന്ന് ഭാര്യയ്ക്ക് കടം കൊടുത്ത ഒരു പോലീസുകാരനില്ലേ, അയാളെ കണ്ട് നടന്ന വിവരമെല്ലാം പറഞ്ഞു. ആ ഒരു ലോട്ടറി ടിക്കറ്റ് എങ്ങനെയെങ്കിലും നമുക്ക് വാങ്ങി തന്നാൽ അതിൽ നിന്നും കുറച്ച് കാശ് സാറിന് തരാമെന്നും അച്ഛൻ പറയുന്നു. എന്നാൽ അത് കേട്ട പോലീസുകാരനാണെങ്കിൽ കണ്ടെത്തിത്തരാമെന്ന് സമ്മതിക്കുമെങ്കിലും പോലീസുകാരെല്ലാം ചേർന്ന് മറ്റൊരു പ്ലാൻ ഇടുകയാണ്. ആ ഒരു ലോട്ടറി ടിക്കറ്റ് നമുക്ക് തന്നെ അടിച്ചെടുക്കണം, എന്നിട്ട് കാശ് നമുക്കെല്ലാം വീതിച്ചെടുക്കാം. ഇല്ലീഗലായിട്ട് അതിന് ഡീൽ ചെയ്യണമെന്ന് പോലീസുകാരൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇടുക്കിയിലുള്ള മറ്റൊരു പോലീസുകാരനെ വിളിച്ചിട്ട് വിവരം പറയും. ആ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. മാണിക്യം പോകുന്ന ബസ് കുറച്ചു നേരം നിർത്തിയിട്ടിരിക്കുകയാണ്. ചായ കുടിക്കുവാൻ ഉള്ളവർക്കൊക്കെ പുറത്തുപോയി ചായ കുടിക്കാമെന്ന് കണ്ടക്ടർ പറയുന്നു. അതനുസരിച്ച് പുറത്തേക്കിറങ്ങിയ മാണിക്യത്തിന്റെ കയ്യിലിരുന്ന പേഴ്സ് ആണെങ്കിൽ ഒരു കള്ളൻ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അയാളുടെ പിന്നാലെ മാണിക്യം പോകും. എന്നാലും നല്ല മഴ പെയ്യുന്ന സമയം ഒരു ഘട്ടത്തിൽ ആ ഒരു കള്ളനാണെങ്കിൽ പേഴ്സ് തുറന്ന് അതിലുള്ള ലോട്ടറി ടിക്കറ്റ് എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പേഴ്സിലുണ്ടായിരുന്ന കാശുമെടുത്ത് ഓടിക്കളയുകയാണ്. മാണിക്യമാണെങ്കിൽ ആ ലോട്ടറി ടിക്കറ്റിന് പിന്നാലെ പോകും. നല്ല മഴ പെയ്യുന്നതിനാൽ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്ന ലോട്ടറി ടിക്കറ്റ് ഓടയിലേക്ക് വീഴുന്ന ഘട്ടമായപ്പോൾ മാണിക്യം അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുന്നു. മാണിക്യത്തിന് സമാധാനമായി. എന്നിട്ട് വീണ്ടും ബസ്സിലേക്ക് കയറും. മാണിക്യത്തിന്റെ അടുത്ത് തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിരിക്കും. എന്നാൽ അതേ കോൺസ്റ്റബിളിനെ തന്നെ മറ്റേ പോലീസുകാരൻ വിളിച്ചിട്ട് ഞാൻ ഒരാളുടെ ഫോട്ടോ അയക്കാം, അയാളെ എത്രയും വേഗം കണ്ടെത്തണം, അയാൾ കഞ്ചാവുമായാണ് പോകുന്നത് എന്നായിരുന്നു ആ ഒരു പോലീസുകാരൻ പറഞ്ഞതും. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു കോൺസ്റ്റബിളിന്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വാട്സപ്പിൽ കയറി ഫോട്ടോ നോക്കുവാൻ കഴിയുന്നില്ല. ആ കോൺസ്റ്റബിളിന് അടുത്ത് തന്നെയാണല്ലോ മാണിക്യം ഇരിക്കുന്നതും. ഇനി മകളെ കൊണ്ട് പറയിച്ചാൽ മാത്രമേ മാണിക്യം കേൾക്കൂ എന്ന് ചിന്തിച്ച് ഭാര്യയാണെങ്കിൽ മകളെ കൊണ്ട് വിളിപ്പിക്കും. എന്നാൽ മകൾ പറഞ്ഞിട്ടും മാണിക്യം കേൾക്കുന്നതേയില്ല. മകൾക്ക് മാണിക്യം ഒരു കഥ പറഞ്ഞു കൊടുക്കും. മാണിക്യത്തിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. മാണിക്യന് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും ഇല്ല. മാണിക്യത്തിന്റെ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും ആണ് സ്വന്തം അച്ഛനും അമ്മയുമായി കാണുന്നത്. അവരെയാണ് അച്ഛ എന്നും അമ്മ എന്നുമൊക്കെ മാണിക്യം വിളിക്കുന്നതും. അനാഥനായി വളർന്ന മാണിക്യത്തിന് അവർ എന്നും സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. കുട്ടിയായിരുന്ന മാണിക്യം അനാഥനായിട്ടാണല്ലോ വളർന്നിരുന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മാണിക്യം മോഷണമൊക്കെ നടത്തിയായിരുന്നു. ഒരിക്കൽ ഒരു വൃദ്ധനായ ലോട്ടറിക്കാരൻ അവിടെ നിന്നും ലോട്ടറി വിൽക്കുകയായിരുന്നു. അയാളുടെ ബാഗാണെങ്കിൽ മാണിക്യം അടിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ആ വൃദ്ധനായ ലോട്ടറിക്കാരന് ഓടുവാനൊന്നും പറ്റാത്തതിനാൽ അയാൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. പോലീസുകാരനാണെങ്കിൽ കുറെ മോഷ്ടാക്കളായ പയ്യന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ലോട്ടറിക്കാരനോട് ഇതിൽ ആരാണ് നിങ്ങളുടെ പേഴ്സ് കൊണ്ടുപോയതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ലോട്ടറിക്കാരൻ മാണിക്യത്തിനെ കണ്ടു. പക്ഷേ എന്തോ അയാളുടെ മനസ്സിൽ എന്ത് തോന്നിയെന്നറിയത്തില്ല, മാണിക്യത്തിന്റെ പേര് പറഞ്ഞതേയില്ല. ഞാൻ ഈ ഒരു കേസ് ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലോട്ടറിക്കാരൻ അവിടെ നിന്നും ഇറങ്ങിയതും. അതുകൊണ്ട് മനസ്സിൽ ഒരുപാട് വേദന മാണിക്യത്തിന് ഉണ്ടാകുന്നു. മാണിക്യം ഉടനെ തന്നെ ലോട്ടറിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ കാശ് ഞാൻ തിരികെ തരുമെന്നും മാണിക്യം പറയുന്നു. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ലോട്ടറിക്കാരനും. മാണിക്യം ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ച് കയറിയിറങ്ങും. പക്ഷെ ആരും തന്നെ മാണിക്യത്തിന് ജോലി കൊടുക്കത്തേയില്ല.
കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണല്ലോ. മാണിക്യം ആ സങ്കടം ലോട്ടറിക്കാരന്റെ അടുത്ത് വന്നിരുന്നു പറയും. എന്നാൽ ലോട്ടറിക്കാരൻ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്, ദാ ഞാൻ ഈ തരുന്ന ലോട്ടറി ടിക്കറ്റ് നീ കൊണ്ടുപോയി വിൽക്ക്. എന്നിട്ട് വൈകിട്ടാവുമ്പോൾ നീ വിറ്റ് എത്ര കാശ് കൊണ്ടുവരുമെന്ന് നോക്കാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ മാണിക്യം ആ ലോട്ടറി ടിക്കറ്റുമായി പോകും. ആ ഒരു വൃദ്ധൻ കൊടുത്ത എല്ലാ ലോട്ടറി ടിക്കറ്റും വിറ്റിട്ടാണ് മാണിക്യം വന്നത്. വിറ്റ കാശ് അയാളെയും ഏൽപ്പിക്കുന്നു. അയാൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിന്നീട് ആ ഒരു ലോട്ടറിക്കാരനൊപ്പം മാണിക്യവും ചേരുകയാണ്. അയാളെ ലോട്ടറി വിൽക്കുവാനൊക്കെ മാണിക്യം സഹായിക്കും. എന്നാൽ ആ ലോട്ടറിക്കാരൻ പറയുന്നത്, എത്ര നാളാ നമ്മൾ ഈ ലോട്ടറി കൊണ്ടു നടന്ന് വിൽക്കുന്നത്? ഇവിടെ അടുത്തൊരു കട വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കട വാടകയ്ക്ക് എടുത്ത് അവിടെ ലോട്ടറി കച്ചവടം ആരംഭിച്ചാലോ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവർ കട വാടകയ്ക്കെടുത്ത് ലോട്ടറി കച്ചവടവും ആരംഭിക്കുന്നു. അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകുന്ന സമയം ഒരിക്കൽ ആ നാട്ടിൽ വേറെ എവിടെയോ മോഷണം നടന്നതിന്റെ പേരിൽ പോലീസുകാരാണെങ്കിൽ മാണിക്യത്തിനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മാണിക്യം ആ കുറ്റം ചെയ്തതേയില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ട് ആ ഒരു ലോട്ടറിക്കാരൻ പോലീസ് ജീപ്പിന്റെ പിന്നാലെ ഓടുന്നു. പോലീസ് ജീപ്പിന് പിന്നാലെ ഓടുന്ന അയാൾ തെന്നി വീണ് കല്ലിൽ വന്ന് തലയിടിച്ച് അയാൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. അതിനുശേഷം മാണിക്യം ജയിലിലും ആയിരുന്നു. ജയിലിൽ നിന്നും മാണിക്യം പുറത്തിറങ്ങി. അതിനുശേഷമാണ് താൻ ഇത്രയും നന്നായി ജീവിക്കാൻ തുടങ്ങിയതെന്നും മകളോട് മാണിക്യം പറയുന്നു. അത് കേട്ട മകൾ അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അച്ഛാ, എന്തായാലും ആ ലോട്ടറി ടിക്കറ്റ് ആ ഒരു അപ്പൂപ്പനെ തന്നെ ഏൽപ്പിച്ചിട്ടേ ഇങ്ങോട്ട് വരാവൂ എന്ന് മകൾ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അത് കേട്ട് മാണിക്യവും തീരുമാനിക്കുന്നു, ഇനി എന്ത് സംഭവിച്ചാലും ലോട്ടറി ടിക്കറ്റ് ഞാൻ ഏൽപ്പിച്ചിട്ടേ വരൂ. അങ്ങനെ മാണിക്യൻ ആ ഒരു വൃദ്ധനെ അന്വേഷിച്ചു പോവുകയാണ്. ബസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വീടിന് മുന്നിലായിട്ട് ആ ഒരു വൃദ്ധൻ നിൽക്കുന്നത് മാണിക്യം കാണുന്നു. അയാളുടെ വീടായിരുന്നു അത്. ഉടനെ തന്നെ ബസ് നിർത്തിയിട്ട് മാണിക്യം അവിടെ ഇറങ്ങും. എന്നാൽ മാണിക്യത്തിനെ അന്വേഷിച്ച് പോലീസ് നടക്കുകയാണല്ലോ. മാണിക്യത്തിനെ കണ്ട കുറച്ച് പോലീസുകാരാണെങ്കിൽ അവിടെ വെച്ച് മാണിക്യത്തിനെ പിടികൂടുവാനും ശ്രമിച്ചു. പക്ഷേ അവരിൽ നിന്നും എല്ലാം വെട്ടിച്ച് ഉടൻ തന്നെ മാണിക്യം ഓടി ആ വീട്ടിലേക്ക് ചെല്ലും. വൃദ്ധന്റെ കയ്യിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ചിട്ട് കാര്യം പറയും. ആ വൃദ്ധൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നില്ലല്ലോ, അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ല, ദേ ഇപ്പോൾ എനിക്ക് കാശ് താ, ഞാൻ വാങ്ങിക്കൊള്ളാം, അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാണല്ലോ എന്നും മാണിക്യം പറയുന്നു. ഇവിടെയാണെങ്കിൽ ആ വൃദ്ധന്റെ മകൾ തന്റെ ഭർത്താവിനെ കോൾ ചെയ്യുമ്പോൾ അമ്മായിയമ്മ കോൾ അറ്റൻഡ് ചെയ്യുകയും അവളോട്, നീ ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട, നിന്നെ അവന് വേണ്ട, വേറെ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഇതു കേട്ട വിഷമത്തിൽ താൻ ഇനി തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമാവല്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആ സമയത്താണ് മാണിക്യം ലോട്ടറി അടിച്ചുവെന്ന് പുറത്തു പറയുന്നത് കേൾക്കുന്നത്. അത് കേട്ടതും ആ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം അവിടെ ഉപേക്ഷിക്കുകയാണ്. അതേസമയം ആളുകളെല്ലാം അവിടെ ഓടിക്കൂടുകയാണ്. മാണിക്യമാണെങ്കിൽ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് തുറന്നു പറയുന്നു. അത് അവിടെ നിന്നവരൊക്കെ വീഡിയോ പിടിക്കുകയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു കാര്യം വൈറലായി മാണിക്യത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ മുന്നോട്ടെത്തുവാനും തുടങ്ങി. തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യം ചെയ്ത മാണിക്യത്തിനോട് ആ വൃദ്ധൻ പറയുന്നുണ്ട്, ഇതിൽ നിന്നും കിട്ടുന്ന കാശ് നമുക്ക് പകുതി പകുതിയായി എടുക്കാം. എന്നാൽ മാണിക്യം പറയുന്നത്, അതെനിക്ക് വേണ്ട, എൻ്റെ തൊഴിലിന് ചേർന്ന കാര്യമല്ല അതെന്ന് പറഞ്ഞിട്ടാണ് മാണിക്യം പോകുന്നതും. മാണിക്യം ചെയ്ത ഇത്രയും നല്ല പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പേർ മുന്നോട്ട് വന്നിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാര്യം മന്ത്രി വരെ അറിയുകയാണ്. മന്ത്രി അഭിനന്ദിക്കുവാനായിട്ട് മാണിക്യത്തിനെ വിളിക്കുന്നു. ഇത്രയും നല്ല മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് കരുതി മാണിക്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു വീട് വെച്ച് നൽകുന്നു. മാണിക്യത്തിന്റെ ഗ്രാജുവേറ്റ് ആയ ഭാര്യയ്ക്ക് ജോലിയും നൽകി. മാണിക്യത്തിന്റെ മകളുടെ പഠിപ്പും സർക്കാർ ഏറ്റെടുത്തു. ഇത്രയും നല്ല പ്രവൃത്തി ചെയ്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്ത ഈയൊരു കാര്യം കണ്ടിട്ട് ഒരുപാട് പേർ നല്ലത് ചെയ്യുവാനായിട്ട് മുന്നോട്ട് വരണം. അതിനൊരു പ്രോത്സാഹനമായിരിക്കണം ഇതെന്നും മന്ത്രി മാണിക്യത്തിനോട് പറയുന്നു. മന്ത്രിയെ കണ്ടിട്ട് പുറത്തേക്കിറങ്ങുന്ന മാണിക്യം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. മാണിക്യം പറയുന്നത്, മറ്റൊരാളെ പറ്റിച്ചുണ്ടാക്കുന്ന കാശ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ 4 പേർക്ക് സഹായം ചെയ്തു നോക്ക്, അത് നമ്മുടെ 40 തലമുറയോളം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാണിക്യം പറയുകയാണ്. മാണിക്യം ചെയ്ത പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മാണിക്യം ചിന്തിക്കുന്നത് തന്നെ വളർത്തിയ ആ ഒരു ലോട്ടറി കച്ചവടക്കാരനെ പറ്റിയായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നും മാണിക്യം ചിന്തിക്കുന്നു.
എന്നാൽ മറ്റൊരു വശത്ത് ലോട്ടറി അടിച്ച ആ ഒരു വൃദ്ധനുണ്ടല്ലോ, അയാൾ ഈ കിട്ടിയ കാശിന് എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ചിന്തിച്ച് ഇടുക്കിയിൽ പുതിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിന് കാശും കൊടുത്തു. ഇത്രയും നല്ലവരായിട്ടുള്ള മനുഷ്യരെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്.